ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജി ലൈഫ് പ്രോസസ്സിനെ കുറിച്ചാണ്. എന്താണ് ലൈഫ് പ്രോസസ്സ്? ഏതൊക്കെയാണ് ബേസിക് ലൈഫ് പ്രോസസ്സ്? അതായത് ന്യൂട്രീഷൻ, റെസ്പിറേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, എക്സ്ക്രിഷൻ, ഈ 4 പ്രോസസ്സുകളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ക്രൈറ്റീരിയ ടു ഡിസൈഡ് വെദർ സംതിങ് ഈസ് എലൈവ്. എങ്ങനെയാണ് നമ്മൾ ഒരു മനുഷ്യന് അല്ലെങ്കിൽ മൃഗത്തിന് ജീവനുണ്ട് എന്ന് പറയുന്നത്? എന്തടിസ്ഥാനത്തിലാണ്? നമ്മൾ ബ്രീത്തിങ് നോക്കും, അല്ലെങ്കിൽ നമ്മളുടെ കൈകളോ കാലുകളോ ഒക്കെ അനങ്ങുന്നുണ്ടോക്കുന്നു, അതായത് ബോഡി മൂവ്മെൻറ്റ്. മൃഗങ്ങൾക്കാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ്, മൃഗങ്ങളുടെ ബോഡി മൂവ്മെൻറ്റ് നോക്കിയിട്ടാണ് നമ്മളതിന് ജീവനുണ്ടോ ജീവനില്ലേ എന്ന് പറയുന്നത്. പക്ഷേ എങ്ങനെയാണ് ഈ പ്ലാന്റ്സുകളുടെ കാര്യത്തിൽ? പ്ലാന്റ്സിന് എങ്ങനെയാണ് ജീവനുണ്ടോ എന്ന് നമ്മൾ പറയുന്നത്? പ്ലാന്റ്സിന് നമ്മൾ അതിന് ഗ്രോത്ത് ഉണ്ടോ, അല്ലെങ്കിൽ അതിന് ഗ്രീൻ കളർ ഉണ്ടോ, അത് വാടിയിട്ടാണോ നിൽക്കുന്നത്, അതിൻ്റെ ബേസിസിലാണ് അതിന് ജീവനുണ്ടോ ഇല്ലേ എന്ന് പറയുന്നത്. ഇവിടെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ടു ഡിസൈഡ് വെദർ സംതിങ് ഈസ് അലൈവ് ഇസ് മൂവ്മെൻറ്റ്. All living things move without the help of any external help. Some movements are easily visible like the movements of body parts. Some movements are not easily visible like molecular movements. The molecular movements in cells and tissues is necessary for all the process. ചില മൂവ്മെൻറ്റ്സ് നമുക്ക് ഈസിലി വിസിബിൾ ആയിരിക്കില്ല. അങ്ങനത്തെ മൂവ്മെൻറ്റ്സിനെയാണ് നമ്മൾ മോളിക്കുലാർ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. In other words, molecular movement is the movement of molecules inside the cells or between the cells of our body. ഇങ്ങനെ നടക്കുന്ന ചെറിയ ചെറിയ മോളിക്കുലാർ മൂവ്മെൻറ്റ്സ് ആണ് നമ്മളുടെ ലൈഫ് പ്രോസസ്സിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലൈഫ് പ്രോസസ്സ്. എന്താണ് ലൈഫ് പ്രോസസ്സ്? ലൈഫ് പ്രോസസ്സ് ആർ ദ ബേസിക് പ്രോസസ്സ് ഇൻ ലിവിങ് ഓർഗാനിസം വിച്ച് ആസ് നെസസറി ഫോർ മെയിൻറ്റെയിനിങ് ദെയർ ലൈഫ്. നമ്മളുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത്? അതിനെയാണ് ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ബേസിക് ലൈഫ് പ്രോസസ്സ്? ഫസ്റ്റ് വൺ, ന്യൂട്രീഷൻ. നമുക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് വേണം? എനർജി വേണം. നമുക്ക് വേണ്ട എനർജി നമ്മൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന്. ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ ഈസ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഫുഡ് ബൈ എൻ ഓർഗാനിസം ആൻഡ് ഇറ്റ്സ് യൂട്ടിലൈസേഷൻ ബൈ ദ ബോഡി ഫോർ ലൈഫ് പ്രോസസ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെയാണ് ന്യൂട്രീഷൻ കിട്ടുന്നത്? നമ്മൾ ഭക്ഷണം കഴിച്ചത് എങ്ങനെയാണ് നമ്മുടെ ബോഡി യൂട്ടിലൈസ് ചെയ്യുന്നത്? എങ്ങനെ ഗ്ലൂക്കോസ് അതിൽ നിന്ന് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ന്യൂട്രീഷൻ പ്രോസസ്സിൽ നിന്ന് പഠിക്കാൻ പോകുന്നത്. ന്യൂട്രീഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യുന്നത്? റെസ്പിറേഷനാണ്. റെസ്പിറേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ബൈ വിച്ച് ഫുഡ് ഈസ് ബേൺഡ് ഇൻ ദ സെൽ ഓഫ് ദ ബോഡി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓക്സിജൻ ടു റിലീസ് എനർജി. ഓക്സിജൻ്റെ ഹെൽപ്പിലൂടെ എങ്ങനെയാണ് എനർജി റിലീസ് ചെയ്യുന്നത്? വിത്തൗട്ട് ഓക്സിജൻ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതാണ് റെസ്പിറേഷൻ പ്രോസസ്സിൽ നമ്മൾ പറയുന്നത്. തേർഡ് പ്രോസസ് ഇസ് ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഫുഡ്, ഓക്സിജന്, വാട്ടർ, വേസ്റ്റ് പ്രൊഡക്ട്സ് ഇതൊക്കെ നമ്മളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തേക്ക് എത്തിക്കുന്നു. ട്രാൻസ്പോർട്ടേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഫുഡ്, ഓക്സിജൻ, വാട്ടർ ആൻഡ് വേസ്റ്റ് പ്രൊഡക്ട്സ് ആർ ക്യാരിഡ് ഫ്രം വൺ പാർട്ട് ഓഫ് ദ ബോഡി ടു ദി അതർ. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്ക്രിഷനാണ്. എക്സ്ക്രിഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് വേസ്റ്റ് പ്രൊഡക്ട്സ് ആർ റിമൂവ്ഡ് ഫ്രം ദ ബോഡി. യൂറിനായിട്ടും അല്ലാതെയും വേസ്റ്റ് പ്രൊഡക്ട്സ് നമ്മുടെ ശരീരത്തിൽ നിന്ന് എങ്ങനെയാണ് പുറത്തേക്ക് എത്തിക്കുന്നത്? ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലൈഫ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ന്യൂട്രീഷൻ. നമ്മളുടെ ശരീരത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി നമുക്ക് കിട്ടുന്നത് എന്ത് വഴിയാണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന്. അപ്പോൾ നമുക്ക് വേണ്ട ന്യൂട്രീഷൻസ്, അതായത് വിറ്റാമിൻ സി, ഡി, ഇ, എല്ലാ കാര്യങ്ങളും നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് കറക്റ്റായ രീതിയിൽ വേണം. അപ്പോൾ നമ്മളുടെ ശരീരം നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് അതെങ്ങനെയാണ് ആവശ്യമുള്ള കാര്യങ്ങൾ ഓരോന്നും അതിൻ്റെ കറക്റ്റായ സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. ന്യൂട്രീഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഫുഡ് ബൈ എൻ ഓർഗാനിസം ആൻഡ് ഇറ്റ്സ് യൂട്ടിലൈസേഷൻ ബൈ ദ ബോഡി ടു ബിൽഡ് ദ ബോഡി ഫോർ ഗ്രോത്ത്, ടു റിപ്പയർ ഡാമേജ് ദ പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് ഫോർ എനർജി. നമ്മൾ പറയും കാഴ്ചശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും വിറ്റാമിൻ എയുടെ കുറവാണ്. നിനക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്, അത് ശരിക്കും വിറ്റാമിൻ ഡിയുടെ കുറവാണ്. അല്ലെങ്കിൽ വിറ്റാമിൻ ഇ വേണം, വിറ്റാമിൻ സി വേണം, അങ്ങനെ നമ്മൾ പല രീതിയിൽ കേട്ടിട്ടുണ്ട്. ഈ വിറ്റാമിൻസ് ഒക്കെ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്?
ഈ വിറ്റാമിൻസ് ഒക്കെ ബോഡി എങ്ങനെയാണ് അതിനെ എടുക്കുന്നത് ശരീരത്തിലേക്ക്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ ഫിഷ്, എഗ്ഗ് ഇതിൽ നിന്നൊക്കെ വിറ്റാമിൻ ഡി കിട്ടും പറയും, അല്ലെങ്കിൽ ഓറഞ്ച് കഴിച്ചാൽ വിറ്റാമിൻ സി കിട്ടുമെന്ന് പറയും. ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്? അതിന് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് മോഡ്സ് ഓഫ് ന്യൂട്രീഷൻസ് ആണ്, അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ. There are two main modes of nutrition. There are autotrophic nutrition and heterotrophic nutrition. എന്താണ് autotrophic nutrition? Autotrophic nutrition is in which organism prepare their own food from simple inorganic substance like carbon dioxide and water in the presence of sunlight and chlorophyll. അതായത് അവർക്ക് വേണ്ട ഫുഡ് അവർ തന്നെ ഇൻഓർഗാനിക് സബ്സ്റ്റൻസ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ യൂസ് ചെയ്തിട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻസ്? നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതുപോലെ ചെടികൾ അവർക്ക് വേണ്ട ഭക്ഷണം അവർ തന്നെ പാചകം ചെയ്യും. ആ പ്രോസസ്സിനെ നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കുന്നു എന്നൊക്കെ. അപ്പോൾ ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ദർ ഈസ് 2 ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ, ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ആൻഡ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. എന്താണ് അവരുടെ ഡിഫറൻസ്? ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ മേക്ക് ദെയർ ഓൺ ഫുഡ്, അവർക്ക് വേണ്ട ഫുഡ് അവർ തന്നെ പ്രിപ്പയർ ചെയ്യും. പക്ഷേ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻസ് ദേ കനോട്ട് മേക്ക് ദെയർ ഫുഡ്, അവർക്ക് വേണ്ട ഭക്ഷണം എന്ത് ചെയ്യില്ല, പ്രിപ്പയർ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെന്ത് വിളിക്കുന്നു? ഹെറ്ററോട്രോഫ്സ് എന്ന് വിളിക്കുന്നു. പക്ഷേ അവരെന്താണ്? കൺസ്യൂമേഴ്സ് ആണ്. അവരെന്ത് ചെയ്യും? ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഈ ഓട്ടോട്രോഫ്സിൻ്റെ ഫുഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെയുള്ള ഇതിന് എക്സാമ്പിളാണ് ആനിമൽസ് ആൻഡ് ഫംഗീസ്. പിന്നെ ഈ ഓട്ടോട്രോഫ് എന്ന് പറയുന്നത് അവർക്ക് വേണ്ട ഫുഡ് അവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അവരെ പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കും. എക്സാമ്പിൾസ് ഗ്രീൻ പ്ലാന്റ്സ് ആൻഡ് സം ബാക്ടീരിയാസ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഓട്ടോട്രോഫ്സ് ന്യൂട്രീഷൻസ് എങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് പ്രോസസ്സിലൂടെ നമുക്ക് കിട്ടുന്നത്. പ്ലാന്റ്സ് എങ്ങനെയാണ് അവർക്ക് വേണ്ട ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, അവരെങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നത്, ഈ പ്രോസസ്സ് എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. Photosynthesis is the process by which plants prepare food by using carbon dioxide and water in the presence of sunlight and chlorophyll. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എങ്ങനെയാണ്? പ്ലാന്റ്സ് അവർക്ക് വേണ്ട ഫുഡ് അവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്നു. എങ്ങനെ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അതിന് എന്ത് വേണം? സൺലൈറ്റും ക്ലോറോഫില്ലും വേണം. ഇവർ ഈ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് എങ്ങനെയാണ്? കാർബോഹൈഡ്രേറ്റ് ആക്കി ദേ വിൽ സ്റ്റോർ ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്. ഓക്സിജൻ എങ്ങനെ അവർ റിലീസ് ചെയ്യും? ഈ പ്രോസസ്സ് ഫോട്ടോസിന്തസിസ് പ്രോസസ്സിലൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്? ഓക്സിജൻ പുറത്തേക്ക് വിടുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇക്വേഷൻ ഓഫ് ഫോട്ടോസിന്തസിസ്, അതായത് ഫോട്ടോസിന്തസിസ് പ്രോസസ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇക്വേഷൻ ഫോമിലാക്കുകയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ഇതാണ് ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് ആൻഡ് ഇവൻറ്റ്സ് ഒക്വേർഡ് ഇൻ ദ ഫോട്ടോസിന്തസിസ് പ്രോസസ്സ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ എല്ലാവരും ബൈ ഹാർട്ട് ചെയ്യാം. നമുക്കിപ്പോൾ തന്നെ പഠിക്കാം. CO2 അതായത് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് H2O വാട്ടറും കൂടി വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ ദേ വിൽ പ്രിപ്പയർ ഇൻ ദ ഗ്ലൂക്കോസ് C6H12O6. ദെൻ നമ്മൾ പഠിച്ചെന്ത്? ദേ വിൽ റിലീസ് ഓക്സിജൻ പ്ലസ് O2. പിന്നെ എന്തുണ്ടാവും? എക്സസ് വാട്ടർ H2O ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ ആ ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇക്വേഷനും നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. 3 സ്റ്റെപ്പുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് പഠിക്കാം. എന്തൊക്കെയാണ് ആ 3 സ്റ്റെപ്പ് എന്ന് പറയുന്നത്? അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി ബൈ ക്ലോറോഫിൽ. ഈ ക്ലോറോഫിലിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് എന്ത് ചെയ്യുക? ലൈറ്റ് എനർജീനെ നമ്മൾ അബ്സോർബ് ചെയ്യുക. എന്താണ് ക്ലോറോഫിൽ? ക്ലോറോപ്ലാസ്റ്റിനുള്ളിലുള്ള ഗ്രീൻ കളർ പിഗ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ക്ലോറോഫിൽ എന്ന് പറയുന്നത്. ക്ലോറോഫിൽ ഇസ് ദി ഗ്രീൻ കളർ പിഗ്മെൻറ്റ് ഇൻസൈഡ് ദ ക്ലോറോപ്ലാസ്റ്റ്. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു നമ്മൾ? ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ദ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് കൺവേർഷൻ ഓഫ് ലൈറ്റ് എനർജി ഇൻറ്റു കെമിക്കൽ എനർജി ആൻഡ് സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഇൻറ്റു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അതായത് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ലൈറ്റ് എനർജീനെ നമ്മൾക്ക് എന്താക്കണം? കെമിക്കൽ എനർജി ആക്കി മാറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് H2O നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റാൻ പറ്റുള്ളൂ.
തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ബൈ ഹൈഡ്രജൻ ടു ഫോം കാർബോഹൈഡ്രേറ്റ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ നമുക്ക് എന്തുണ്ട് സ്പ്ലിറ്റ് ആയിട്ടുള്ള ഹൈഡ്രജനും കൂടി ചേർന്ന് എന്തുണ്ടാക്കണം, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാക്കണം. അപ്പോഴാണ് എന്തുണ്ടാവുള്ളൂ, ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് ഫുള്ളാവുള്ളൂ. അപ്പോൾ നമ്മൾ ന്യൂട്രീഷൻസ് ഇൻ പ്ലാന്റ്സ് കണ്ടു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റൊമാറ്റോനെ കുറിച്ചിട്ടാണ്. എന്താണ് സ്റ്റൊമാറ്റ? സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ആർ ടൈനി പോസ് പ്രസൻറ്റ് ഇൻ ദ ലീവ്സ് ത്രൂ വിച്ച് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ടേക്ക് പ്ലേസ്. നമ്മൾ പറഞ്ഞു ഫോട്ടോസിന്തസിസിൽ എന്താണ്, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണ്. ഏതൊക്കെ ഗ്യാസസ് ആണ്? പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡിനെ റിസീവ് ചെയ്ത് എന്തിനെ പുറത്തേക്ക് വിടും, ഓക്സിജനെ പുറത്തേക്ക് വിടും. ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന പ്ലാന്റ്സിലെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത് സ്റ്റൊമാറ്റ. ഈ സ്റ്റൊമാറ്റയ്ക്ക് എന്തുണ്ട്, ദ പെയർ ഓഫ് ഗാർഡ് സെൽസ്, അതായത് 2 ഗാർഡ് സെൽസ് ഉണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, കൺട്രോൾ ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് ഓഫ് സ്റ്റൊമാറ്റ പോസ്. ഈ സ്റ്റൊമാറ്റ പോസിൻ്റെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്, എപ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കേണ്ടത്, എപ്പോഴാണ് ഓക്സിജനെ പുറത്തേക്ക് വിടേണ്ടത്, ആ സമയത്ത് മാത്രമാണ് എന്ത് ഈ സ്റ്റൊമാറ്റ പോസ് ഓപ്പൺ ആക്കുള്ളൂ. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്, ഗാർഡ് സെൽ ഉള്ളത്. വെൻ വാട്ടർ എൻ്റർ ദ ഗാർഡ് സെൽസ്, എപ്പോഴാണോ വെള്ളം ഈ ഗാർഡ് സെല്ലിൽ എൻ്റർ ചെയ്യുന്നത് എന്ത് ചെയ്യും, ഇറ്റ് സ്വെൽസ് ആൻഡ് ദ പോസ് ഓപ്പൺ. അറ്റ് ദ ടൈമിൽ എന്ത് ചെയ്യും, ഈ പോസൊക്കെ ഓപ്പൺ ആവും. വെൻ ദ ഗാർഡ് സെൽസ് ലോസ് വാട്ടർ, ഗാർഡ് സെൽസിൽ നിന്ന് വെള്ളം പോകുമ്പോൾ അതെന്ത് ചെയ്യും, ഇറ്റ് സ്ട്രിങ്സ് ആൻഡ് ഇറ്റ് വിൽ ക്ലോസസ്. ഈ സ്റ്റൊമാറ്റോനെ കുറിച്ചും ഈ ഗാർഡ് സെൽസിനെ കുറിച്ചും എങ്ങനെയാണ് ഈ ഗാർഡ് സെൽസിൻ്റെ വർക്കിംഗ് എന്നുള്ളതും കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും കഴിഞ്ഞ മുന്നത്തെ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോ തന്നിട്ട് ഇതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വരും, ഈ ഗാർഡ് സെൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വരും, അതേപോലെ സ്റ്റൊമാറ്റ പോസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വരും, വാട്ടർ അതിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റമാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അങ്ങനെ ഇത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് എട്രോട്രോഫിക് ന്യൂട്രീഷൻ. ദർ ആർ 3 മെയിൻ ടൈപ്പ് ഓഫ് എട്രോട്രോഫിക് ന്യൂട്രീഷൻ. ദേ ആർ സാപ്രോഫിറ്റിക്, പാരസിറ്റിക് ആൻഡ് ഹോളോസോയിക് ന്യൂട്രീഷൻസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സാപ്രോഫിറ്റിക് ന്യൂട്രീഷൻ. Saprophytic nutrition is a nutrition in which organisms get their food from dead and decaying organisms. അതായത് ചത്ത അവശിഷ്ടങ്ങളിൽ നിന്ന് ഭക്ഷിക്കുന്നതാണ് ആരെന്ന് പറയുന്നത് സാപ്രോഫിറ്റിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അവരെന്താ ചെയ്യുന്നത്, ദേ ബ്രേക്ക് ഡൗൺ ദ ഫുഡ് മെറ്റീരിയൽസ് ഔട്ട്സൈഡ് ദയർ ബോഡി. അവരുടെ ശരീരത്തിന് പുറത്ത് വെച്ച് തന്നെ അതെന്ത് ചെയ്യും, അവരതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് എന്ന് പറയുന്നത് മഷ്റൂംസ്, ബ്രെഡ് മൗൾസ്, ഈസ്റ്റ്, സം ബാക്ടീരിയ എക്സെട്ര ആർ ദ എക്സാമ്പിൾസ് ഓഫ് സാപ്രോഫിറ്റിക് ന്യൂട്രീഷൻ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പാരസിറ്റിക് ന്യൂട്രീഷൻ. Parasitic nutrition is a nutrition in which organism get their food from living organism. അതായത് ലിവിങ് തിങ്സിൻ്റെ നിന്നാണ് അവർക്ക് എന്ത് കിട്ടുന്നത്, അവർക്ക് വേണ്ട ഭക്ഷണം കിട്ടുന്നത്. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, അവറ്റിങ്ങളെ കില്ല് ചെയ്യുന്നില്ല, വിത്തൗട്ട് കില്ലിങ് ദം. ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് കസ്കട്ട, ഓർക്കിഡ്സ്, ടിക്സ്, ലൈസ്, ലീച്ചസ്, റൗണ്ട് വോം, ടേപ്പ് വോം, പ്ലാസ്മോഡിയം എക്സെട്ര. അതായത് അവർക്ക് വേണ്ട ഭക്ഷണം മറ്റൊരാൾ ഹേർട്ട് ചെയ്യാതെ അവരെന്നെ എടുക്കും. എക്സാമ്പിൾ ലൈസ് എന്താ ചെയ്യുന്നത്, അവർക്ക് വേണ്ട ഫുഡ് നമ്മളുടെ തലയിലിരുന്നു കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ട എടുക്കുന്നു. നമ്മൾ ഹേർട്ട് ചെയ്യുന്നുണ്ടോ അവർ? ഇല്ല. ലൈസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ, തലയിലുള്ള പേനുകൾ, അതാണ് ലൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈസ് എന്ന് പറയുന്നതാണ് പാരസിറ്റിക് ന്യൂട്രീഷൻ്റെ വൺ ഓഫ് ദ എക്സാമ്പിൾ ഫോർ ദാറ്റ്. അപ്പോൾ അതുപോലെ ലിവിങ് ഓർഗാനിസംസിനെ ഹേർട്ട് ചെയ്യാതെ കില്ല് ചെയ്യാതെ എടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, പാരസിറ്റിക് ന്യൂട്രീഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഹോളോസോയിക് ന്യൂട്രീഷൻ. ഹോളോസോയിക് ന്യൂട്രീഷൻ ഇസ് ദ ന്യൂട്രീഷൻ ഇൻ വിച്ച് ഓർഗാനിസം ടേക്ക് ഫുഡ് ഡയറക്ട്ലി ആൻഡ് ദെൻ ഡൈജസ്റ്റ് ആൻഡ് അബ്സോർബ് ഇറ്റ്. ഡയറക്ട്ലി അവർ ഫുഡ് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും മറ്റുള്ള ഓർഗാനിസത്തിൽ നിന്ന്, എന്നിട്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് അമീബ, പാരമീസിയം, ബേർഡ്സ്, ഫിഷസ്, ഹ്യൂമൻ എക്സെട്ര. ഇതൊക്കെയാണ് എക്സാമ്പിൾ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഹോളോസോയിക് ന്യൂട്രീഷൻ്റെ എക്സാമ്പിൾ ആയിട്ടുള്ള അമീബ എങ്ങനെയാണ് ഫുഡ് എടുക്കുന്നത് എന്നുള്ളതാണ്. അമീബ ഒരു യൂണിസെല്ലുലാർ എനിമലാണ്. ഇറ്റ്സ് ലിവിങ് ഇൻ ദ വാട്ടർ. ഇറ്റ് ടേക്ക് ഇൻ ഫുഡ് ബൈ forming finger-like projections called pseudophia
and forms a food vacuole. നമുക്ക് ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതെന്ത് ചെയ്യും, ഒരു ഫിംഗർ വന്ന് ആ ഫുഡിനെ എന്ത് ചെയ്യും, കവർ ചെയ്ത് കൊണ്ടുപോകും. ആൻഡ് ആ വക്യൂളിൽ ഇരുന്നുകൊണ്ടാണ് ആ ഫുഡ് എന്ത് ചെയ്യുന്നത്, ഡൈജസ്റ്റ് ആൻഡ് അബ്സോർബ്ഡ് ആവുന്നത്. The undigested food is then sent out through the surface of the cell. എന്താവും, അൺഡൈജസ്റ്റ് ആവാത്ത ഫുഡ് അതെന്ത് ചെയ്യും, പുറത്തേക്ക് കളയുകയും ചെയ്യും. നമുക്ക് ഈ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അമീബ എന്ത് ചെയ്യും, ഫുഡ് പാർട്ടിക്കിൾസിനെ കണ്ടു, അതെന്ത് ചെയ്യും, ഒരു പ്രൊജക്ഷൻ വന്നു, ഒരു ലൈക്ക് 2 ഫിംഗേഴ്സ് പോലെ വന്ന് അതിനെ കവറപ്പ് ചെയ്യും. അത് അതിൽ തന്നെ ഇട്ട് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ പ്രോസസ്സ് ചെയ്യും. അബ്സോർബ്ഡ് ആയിട്ട് ബാക്കി അൺഡൈജസ്റ്റഡ് ആയിട്ട് കിടക്കുന്നത് അതെന്ത് ചെയ്യും, ഇറ്റ് ഇസ് സെൻഡ് ഔട്ട് ത്രൂ ദ സർഫേസ് ഓഫ് ദ സെൽ. നമുക്കത് കാണാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂട്രീഷൻ ഇൻ അമീബ അല്ലെങ്കിൽ എങ്ങനെയാണ് അമീബയിൽ ഫുഡ് പ്രോസസ്സ് നടക്കുന്നതെന്നുള്ള ക്വസ്റ്റ്യൻസ് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പിക്ചർ കണ്ട് അതിനെ മനസ്സിലാക്കിയെടുക്കുക. ന്യൂട്രീഷൻ ഇൻ അമീബ എന്നുള്ള പ്രൊസീജിയർ. അമീബ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹോളോസോയിക് ഹെട്രോട്രോഫ്സ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യൂട്രീഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ്. പ്ലാന്റ്സിൻ്റെ കാര്യവും എനിമൽസിൻ്റെ കാര്യമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇനി ഹ്യൂമൻ ബീങ്സിൽ എങ്ങനെയാണ്, ഹ്യൂമൻ ബീങ്സിൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ്, ഏത് പ്രോസസ്സുമായിട്ട് ലിങ്കാണ്, ഡൈജസ്റ്റീവ് പ്രോസസ്സുമായിട്ട് ലിങ്കാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ആലിമെൻ്ററി കനാൽ. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്ന് പറയുന്നത് എന്താണ്, ആലിമെൻ്ററി കനാലാണ്, മൗത്ത് മുതൽ അനസ് വരെയുള്ള ഭാഗങ്ങൾ. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഗ്ലാൻസ്, അതായത് സലൈവറി ഗ്ലാൻസ് നമ്മൾ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്, വിച്ച് പ്രൊഡ്യൂസസ് എൻസീംസ്. എൻസീംസ് ആണ് എന്ത് ചെയ്യുന്നത്, ഫുഡ് മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോയി പഠിച്ചാലോ, എങ്ങനെയൊക്കെയാണ് ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം, നമ്മളെ ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയൊക്കെയാണ് ഡൈജസ്റ്റ് ആവുന്നതെന്നുള്ളത് നോക്കിയാലോ. നമുക്ക് എല്ലാവർക്കും ക്ലാസ് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ദ മെയിൻ ഓർഗൻസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, മൗത്ത്, ഓയിസോഫംഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, large intestine and anus. The main glands are salivary glands, gastric glands, liver, pancreas and intestinal glands. ഇതൊക്കെ നമുക്ക് വിശദീകരിച്ച് പഠിക്കണം. നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, മൗത്തിലൂടെ കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ പല്ല് വെച്ചിട്ട് നമ്മൾ അതിനെ ചവച്ചരച്ച് കഴിക്കും. അപ്പോൾ ഒരു വാട്ടർ കണ്ടൻറ്റ് വരും. ആ മൗത്ത് വാട്ടർ കണ്ടൻറ്റിനെയാണ് നമ്മളെന്ത് പറയുന്നത്, സാലിവ എന്ന് പറയുന്നത്. ഇത് സലൈവറി ഗ്ലാൻസിൽ നിന്നാണ് വരുന്നത്. ഇങ്ങനെ ഈ വരുന്ന സലൈവ എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യും, ഫുഡിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഫുഡിനെ, അതായത് ലാർജർ മോളിക്യൂൾസിനെ സ്മോളർ മോളിക്യൂൾസ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ വരുന്ന സലൈവയിൽ എന്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്, എൻസൈംസ് ഉണ്ട്. ഈ എൻസൈംസിനെ നമ്മൾ എന്ത് പറയുന്നത്, സലൈവറി അമലൈസ്. അതായത് ദ സലൈവ കണ്ടെയ്ൻസ് ആൻ എൻസൈം ഇസ് കോൾഡ് സലൈവറി അമലൈസ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ദാറ്റ് ബ്രേക്ക് ഡൗൺ ദ സ്റ്റാർച്ച് വിച്ച് ഈസ് കോംപ്ലക്സ് മോളിക്യൂൾസ് ടു ഗിവ് സിമ്പിൾ ഷുഗർ. അതായത് കോംപ്ലക്സ് ആയ മോളിക്യൂൾസിനെ സിമിലർ മോളിക്യൂൾസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ദ ഫുഡ് ഈസ് മിക്സ്ഡ് thoroughly with saliva and moved around the mouth while chewing by the muscular tongue. നമ്മളെ വായിലിട്ട് അതിനെ ചവച്ചരച്ച് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ അതിനെ എന്തിൽ കൂടെ പറഞ്ഞയക്കും, ഓയിസോഫംഗസിലൂടെ പറഞ്ഞയക്കും. ഈ ഓയിസോഫംഗസിനെ പറയുന്ന അതർ വേർഡ്സ് ആണ് ഫുഡ് പൈപ്പ് എന്ന് പറയുന്നത്. Okay, from the mouth the food is taken to the stomach through the food pipe or oesophagus. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓയിസോഫംഗസിൽ നിന്ന് അത് എവിടേക്ക് എത്തും, സ്റ്റൊമക്കിലേക്ക് എത്തും. സ്റ്റൊമക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലാർജ് ഓർഗൻ വിച്ച് എക്സ്പാൻഡ് വെൻ ഫുഡ് എൻറ്റേഴ്സ് ഇറ്റ്. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമ്മളെ വയറ് എന്ത് ചെയ്യും, വീർക്കും. അപ്പോൾ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ ഏറ്റവും വലിയ പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്, സ്റ്റൊമക്കാണ്. Okay, the muscular walls of the stomach help in mixing the food thoroughly with more digestive juices. അതായത് ഈ മസ്കുലർ വാൾസ്, അതായത് സ്റ്റൊമക്കിൽ 2 വാൾസ് ഉണ്ട്. ഈ വാൾസിലാണ് കിടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫുഡ്, നമ്മൾ കഴിച്ച ഫുഡ് മിക്സിങ് നടന്നിട്ട് അതിനെ ജ്യൂസസ് ആക്കി എടുക്കുന്നത്. The digestion in stomach is taken care of by the gastric glands present in the wall of the stomach. സ്റ്റൊമക്കിൻ്റെ വാളിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ആണ് സ്റ്റൊമക്കിൽ വെച്ചിട്ട് ഡൈജഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്.
The gastric glands produce gastric juice which contains enzyme, pepsin, hydrochloric acid and mucus. അതായത് ഈ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് രണ്ട് തരത്തിലുള്ള എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. ഏതൊക്കെയാണ്? പെപ്സിൻ ആൻഡ് മ്യൂക്കസ്. പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും പ്രൊഡ്യൂസ് ചെയ്യും. ഹൈഡ്രോക്ലോറിക് ആസിഡാണ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ക്രിയേറ്റ്സ് ആൻ ആസിഡിക് മീഡിയം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ ആക്ഷൻസ് ഓഫ് എൻസൈം പെപ്സിൻ. മ്യൂക്കസ് പ്രൊട്ടക്ട് ദ ഇന്നർ ലൈനിങ് ഓഫ് ദ stomach from the actions of acid under normal conditions. ഓക്കെ, അപ്പോൾ പെപ്സിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യാനും മ്യൂക്കസ് എന്ന് പറയുന്നത് ഇന്നർ ലൈനിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. Then the food passes into the small intestine. Okay, in the upper part of the small intestine called duodenum, the food is mixed with bile from liver and pancreatic juice from the pancreas. Bile എന്ത് ചെയ്യും? break down the fat into smaller globules. Pancreatic juice എന്ത് ചെയ്യും? it contains enzymes trypsin and lipase. ട്രിപ്സിൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഡൈജസ്റ്റിംഗ് പ്രോട്ടീൻസ്. ലിപ്പേസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ബ്രേക്ക് ഡൗണിങ് എമുൾസിഫൈഡ് ഫാറ്റ്സ്. ഇനി ഇത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? ദ ഗ്ലാൻഡ്സ്, ദ walls of the small intestine produces intestinal juice. The enzymes of the intestinal juice converts carbohydrate into glucose. കാർബോഹൈഡ്രേറ്റിനെയാണ് എന്താക്കി മാറ്റുന്നത്? ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത്. ഫാറ്റിനെ ഇൻറ്റു ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറിൻ ആൻഡ് പ്രോട്ടീനെ അമിനോ ആസിഡ് ആക്കിയിട്ട് മാറ്റും. The walls of the small intestine has several fingers like projection called villi. അപ്പോൾ ഇതിലുള്ള വാൾസ്, സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ള വാളിലെ സെവറൽ ഫിംഗേഴ്സ് പോലെയുള്ളത്, അതായത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ പറയുന്ന പേരെന്താണ്? വില്ലി. ഇതിനെന്തുണ്ട്? ബ്ലഡ് വെസൽസ് ഉണ്ട്. ഡൈജസ്റ്റ് ആയിട്ടുള്ള ഫുഡ് അതിന് ബ്ലഡ് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്തെടുത്തെടുത്ത് അത് ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. ഇനി അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡിനെ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പാസ് ചെയ്യുള്ളൂ. ഇൻ ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ water is absorbed, the waste material is removed through the അതായത് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ച് വീണ്ടും ബാക്കിയുള്ള വാട്ടറിനെ അബ്സോർബ് ചെയ്തെടുത്ത് ബാക്കി വരുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെ എന്ത് ചെയ്യും? നമ്മൾ പുറത്തേക്ക് കളയും. അപ്പോൾ ഈ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ലൈഫ് പ്രോസസ്സിലെ ന്യൂട്രീഷനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ്, ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ആനിമൽസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ റെസ്പിറേഷനെ കുറിച്ചും ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചും എക്സ്ക്രിഷനെ കുറിച്ചും പറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഈ പോർഷനിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ അതിനുള്ള ആൻസർ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.